പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീടും കളിക്കാൻ പോവാണ് കാർ ഫോർ സെയിൽ. അതെ ഗൈസ്, നമ്മളിന്ന് വീണ്ടും കാർ ഫോർ സെയിലിൻ്റെ ഗെയിം പ്ലേ ആയിട്ട് വന്നേക്കാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ വർക്കറില്ലേ, നമ്മുടെ വർക്കർ വണ്ടികൾ കഴുകുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് കാർ വാഷ് വരെ പോകേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മുടെ വർക്കർ നോക്കിക്കോളും. നമ്മുടെ ഷോറൂമിലെ 2 വണ്ടികളുണ്ട്. ഒരെണ്ണം റേഞ്ച് റോവറും പിന്നെ മിറ്റ്സുബിഷിയുടെ ഏതൊരു സൂപ്പർ കാറാ. ആ വണ്ടികൾ പിന്നെ നമ്മൾ സെയിലിൽ ഇട്ടിട്ടില്ല, നമുക്കപ്പോൾ സെയിലിൽ ഇടണം. ആദ്യത്തെ വണ്ടിയില്ലേ, അത് റേഞ്ച് റോവറാ. ഞാൻ ഈ വണ്ടി $90,000 മേടിച്ചത്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, 1,50,000 കൊടുക്കാം. അത്ര പ്രൈസിലൊന്നും ആൾക്കാർ മേടിക്കില്ല, എന്നാലും നോക്കി നോക്കാം. പിന്നെ ഉള്ളത് മിറ്റ്സുബിഷിയുടെ ഒരു സൂപ്പർ കാറാ. ഈ വണ്ടി 11,000 മേടിച്ചത്. ഞാനൊരു 50 കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി ആരും 50-ന് മേടിക്കില്ല, ഒരു 30-20 നോക്കാം. ഇവിടെ പിന്നെ കസ്റ്റമർ വന്നുട്ടാ, നമുക്ക് കസ്റ്റമറിനോട് സംസാരിക്കാം. ഈ കസ്റ്റമർ റേഞ്ച് റോവർ മേടിക്കാനാ വന്നേ. ഇതെത്ര പറയണേ? എടാ ഷിൻചാനെ, ഈ കസ്റ്റമർ 1,14,000 പറയുന്നുണ്ട്. ഈ പ്രൈസ് കുഴപ്പമില്ല, നമുക്ക് 1,30,000 ചോദിച്ചു നോക്കാം. സമ്മതിക്കോ? സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ റേറ്റ് ഒന്ന് കുറച്ച് നോക്ക്, 1,20,000. ഈ പ്രൈസും വില കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 1,20,000 ആ വണ്ടി വിറ്റ് പോയി. അണ്ണാ, ഇവിടെ വേറെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഈ മിറ്റ്സുബിഷിയുടെ കാർ മേടിക്കാനാ വന്നേ. ഈ ചേട്ടൻ എത്ര പറയണേ? 12,000. 12,000 കുറവാണ്, നമുക്കൊന്ന് ബാർഗൻ ചെയ്ത് നോക്കി നോക്കാം. ഒരു 15. 15 പറ്റില്ലെന്ന്. എന്നാ പിന്നെ വേണ്ട അല്ലേ, ഈ വണ്ടി വിൽക്കണ്ട. അണ്ണാ, ഈ വണ്ടി അയാൾക്ക് കൊടുത്തോ? ചിലപ്പോ ഈ വണ്ടി വിറ്റ് പോവില്ല. ആ, അത് ശരിയാ. ഇത് പിന്നെ ഒരു വില കുറഞ്ഞ വണ്ടിയാ, ഇതിൽ അധികം ബാർഗൻ ചെയ്യാൻ പറ്റില്ല. കൊടുക്കണ? ആ, കൊടുക്കാല്ലേ. ഈ ചേട്ടൻ എത്ര പറഞ്ഞേ? 12. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, 15 വേണ്ട, ഒരു 14 ചോദിക്കാം. 14 സമ്മതിക്കോ? ഓക്കെ, 14 സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ നൈബർഹുഡിൽ പോവാം. നമ്മുടെ ഷോറൂമിൽ ഇപ്പോ വണ്ടികളില്ല. ഈ BMW കാറില്ലേ, ഇത് നമ്മുടെ പേഴ്സണൽ കാറാണ് കേട്ടാ. ഈ കാറ് നമ്മൾ ഈ അടുത്തൊന്നും വിൽക്കില്ല. വിൽക്കില്ല എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ കാർ വിൽക്കും. വേറൊരു നല്ല വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർ വിൽക്കും. അതുവരെയ്ക്കും നമുക്ക് ഈ BMW ഓടിക്കാം. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നെയ്ബർഹുഡിലേക്ക് എത്തേക്കാണ്. ഇവിടെ നല്ല വണ്ടിയൊക്കെ ഉണ്ടാവോ? ഇല്ലടാ പിഞ്ചാനെ, ഇത് പിന്നെ നൈബർഹുഡ് അല്ലേ, ഇവിടെ നല്ല വണ്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഇന്ന് പിന്നെ കാർ മാർക്കറ്റ് ഇല്ലേ, കാർ മാർക്കറ്റ് ക്ലോസാ. അണ്ണാ, ഇത് നോക്കിയേ, ഈസ് ദാറ്റ് സൂപ്ര? സൂപ്ര അല്ലേ അത്? ആടാ ഷിൻചാനെ, ഇതൊരു സൂപ്രയാ. ഇത് നൈസായിണ്ട് കേട്ടാ, ഇതിൻ്റെ അലോയ്സും നൈസായിണ്ട്. നൈബർഹുഡിൽ സൂപ്രയാ. ആദ്യട്ടാ നൈബർഹുഡിൽ നല്ലൊരു വണ്ടി കാണണേ. എന്തൊട്ടായാലും നമുക്ക് ഈ വണ്ടി മേടിക്കാം. ഈ ചെക്കൻ 53 പറയണേ. 53-ന് നമ്മൾ വണ്ടി മേടിക്കില്ല, ഒന്ന് ബാർഗൻ ചെയ്യാം. 45,000 കുഴപ്പമുണ്ടോ? അണ്ണാ, 45,000 സമ്മതിച്ചില്ല. എന്നാ പിന്നെ 47,000. 47,000 പറ്റില്ലെന്ന്. എന്നാ ശരി, 49,500. ഇത് നല്ലൊരു പ്രൈസാ. ഓക്കെ, ആ ചെക്കൻ സമ്മതിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടിയില്ലേ, ഈ വണ്ടി ഓടിച്ചിട്ട് പോവാം. വണ്ടിക്ക് പിന്നെ ഡാമേജ് ഒന്നുമില്ല. എടാ ഷിൻചാനെ, നീ ഒരു കാര്യം ചെയ്യ്, ഈ BMW ഇല്ലേ, അത് ടെലിപ്പോർട്ട് ചെയ്തേക്ക്. നമുക്ക് സൂപ്ര ഓടിച്ചിട്ട് പോവാം. സൂപ്ര പിന്നെ നൈസ് വണ്ടിയാ. ഓക്കെ, നമ്മളങ്ങനെ BMW ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സൂപ്പർ ഓടിച്ചിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. വണ്ടിയിൽ പിന്നെ ഡാമേജ് ഒന്നുമില്ല, അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ പോകേണ്ടി വരില്ല. അണ്ണാ, ഈ വണ്ടിയിലേ ടർബോ ഉണ്ട് കേട്ടാ. ടർബോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രല്ല, മറ്റേ കിറ്റ് ഉണ്ട്. എന്ത്? ആ ഡ്രിഫ്റ്റിന്റെ കിറ്റ്. വണ്ടി നന്നായിട്ട് ഡ്രിഫ്റ്റ് അടിക്കുന്നുണ്ട്. പക്ഷെ വണ്ടിക്ക് സ്പീഡ് ഉണ്ട് കേട്ടാ. അതിപ്പോ ഏതായാലും നല്ല കാര്യാ.
സുപ്ര പിന്നെ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ വണ്ടിയും കൊണ്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. ഈ വണ്ടി നമുക്ക് വിൽക്കണം. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്യാഷ് കിട്ടും. ഓക്കെ, സൂപ്പർ. ഞാനങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്ത് സെയിലിടാം. ഈ വണ്ടി എത്രയ്ക്കാണ് മേടിച്ചേ? 49,500. 49,500 മേടിച്ചേ. നമുക്ക് 1,30,030 ഇടാം. 1,00,000 ആരും മേടിക്കുന്നില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം, ഏതെങ്കിലും പൊട്ടന്മാർ മേടിച്ചോളും. അണ്ണാ ഇത് നോക്കിയേ, നമ്മുടെ വർക്കർ വണ്ടി കഴുകുന്നുണ്ട്. അല്ലാണ്ട് പിന്നെ വണ്ടി കഴുകണം. മര്യാദയ്ക്ക് പണിയെടുത്തില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും. അല്ല പിന്നെ ഇവിടെ പിന്നെ വണ്ടിയില്ലേ, വണ്ടി സെയിലിട്ടുണ്ട്. കസ്റ്റമേഴ്സ് വരണവരെ വെയിറ്റ് ചെയ്യാം. അണ്ണാ ഇനിയിപ്പോ കസ്റ്റമേഴ്സ് ഒന്നും വരില്ല. ഇവിടെ ഇപ്പോൾ രാത്രി, നമുക്ക് നാളെ കാലത്ത് നോക്കാം. ഈ വണ്ടിയിൽ പിന്നെ പെട്രോൾ ഇല്ല, നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം. ആടെ പിഞ്ചാനെ, നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം. എന്നാണാവോ ഈ വണ്ടിയുടെ പെട്രോൾ തീരണേ? അന്ന് നമ്മൾ ഈ വണ്ടി വിൽക്കും, എന്നിട്ട് വേറെ വണ്ടി മേടിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. നമുക്ക് ഇപ്പോഴും സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല. നമ്മളെ മറ്റേ കണ്ടെയ്നറില്ലേ, അതിലാണ് ഇപ്പോഴും കിടന്നുറങ്ങണേ. നമുക്ക് നേരെ ആ കണ്ടെയ്നറിലേക്ക് പോവാം. അണ്ണാ ഇന്നപ്പം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയേ? $86,000. ഓ ഇത് കുഴപ്പമില്ല ഏട്ടാ, നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ റേഞ്ച് റോവർ വിറ്റില്ലേ, അവിടെ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേ. എടാ ഷിൻചാനെ, ഇന്ന് മറ്റേ കാർ മാർക്കറ്റില്ലേ, അത് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ നേരെ കാർ മാർക്കറ്റിൽ പോവാം. അവിടെ നല്ല വണ്ടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ കാർ മാർക്കറ്റിലേക്ക് എത്തിയേക്കാണ്. എടാ ഷിൻചാനെ പിഞ്ചാനെ, ഇത് നോക്കിയേ, അലോയ്സൊക്കെ തള്ളി നിൽക്കുക. ആ കാറ് നമുക്ക് വേണ്ട. ഇവിടെ പിന്നെ ഒരു ലംബോർഗിനി ഉണ്ട്. ഈ ലംബോർഗിനി മേടിച്ചാലോ? എന്തു പറയണു? ലംബോർഗിനി മേടിക്കാനായിട്ട് കാശ് ഉണ്ടാ? 3,10,000 പറയണേ. നമ്മുടെ കയ്യിൽ പിന്നെ 3,44,000 ഉണ്ട്. അണ്ണാ നമുക്ക് ആ വണ്ടി മേടിക്കാം, സീനൊന്നുമില്ല. ഇത് ഏതാ, സുപ്രയാണോ? അത് സുപ്രയല്ല, നമുക്ക് ഈ ലംബോർഗിനി മേടിക്കാം. എന്നാ ശരി, ലംബോർഗിനി മേടിക്കാം. നമുക്ക് ബാർഗൈൻ ചെയ്യാം. 2,70,000. സമ്മതിച്ചില്ല. എന്നാ പിന്നെ 2,80,000. ഇപ്പോഴോ? ഓ സമ്മതിച്ചു കേട്ടാ, 2,80,000 സമ്മതിച്ചു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും കൊണ്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. ഒരു മിനിറ്റ്, ഈ വണ്ടിക്ക് ഡാമേജ് ഉണ്ട്. നമുക്ക് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. ഇത് പിന്നെ ഒരു ലംബോർഗിനിയാ. ഇതൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ക്യാഷ് ചിലവാവും. $25,000. ഒരു വണ്ടി റിപ്പയർ ചെയ്യാൻ $25,000. ആ കാശിന് ഒരു വണ്ടി കിട്ടും. എന്തെങ്കിലും ആവട്ടെ, ആ ലംബോർഗിനി നമുക്ക് റിപ്പയർ ചെയ്യാം. ഈ ഷോറൂം നമുക്ക് ഓപ്പൺ ആക്കാം, എന്നിട്ട് കസ്റ്റമേഴ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആദ്യം ഈ സൂപ്പറിന്ന് വിറ്റ് പോട്ടെ. അണ്ണാ സുപ്ര മേടിക്കാനായിട്ട് കസ്റ്റമർ വന്നുണ്ട്. ഈ ചേച്ചി എത്ര പറയണേ? 75,561. ഒരു കാര്യം ചെയ്യാം, ഒരു 80 ചോദിച്ചു നോക്കാം. ഈ ചേച്ചി 80-ന് സമ്മതിക്കോ? ഓക്കെ, ആ ചേച്ചി സമ്മതിച്ചു. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ആ ലംബോർഗിനി എന്തായി? ആ വണ്ടി റിപ്പയർ ആയാ? ആടർശിഞ്ചാനെ, ആ വണ്ടി റിപ്പയർ ആയി. വണ്ടിയിൽ പിന്നെ നല്ലോണം ചളിയുണ്ട്, ഇതൊന്ന് കഴുകിയെടുക്കണം. നമ്മുടെ വർക്കർ പിന്നെ കഴുകില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി ഈ വണ്ടിയും കൂടിയും സെയിലിൽ ഇടണം. എത്ര ഡോളറിനാ ഇടാ? ഞാൻ ഈ വണ്ടി മേടിച്ചത് 2,80,000. നമുക്ക് ഒരു 5 ഇട്ടോക്കാം. 5 ലക്ഷം. 5 ലക്ഷത്തിന് ആരും മേടിക്കുന്നില്ല. ഒരു 4-നൊക്കെ വിറ്റ് പോയാൽ മതി. നമ്മുടെ ആള് പിന്നെ വണ്ടി കഴുകുന്നുണ്ട്. ഇത് പിന്നെ ബ്ലാക്ക് കളർ വണ്ടിയായിരുന്നു കേട്ടാ, മേടിക്കുമ്പോൾ ബ്രൗൺ കളറായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ഈ വണ്ടി വിറ്റ് പോയാൽ മതി. കസ്റ്റമേഴ്സ് വരട്ടെ. അണ്ണാ ഇവിടെ ഒരു കസ്റ്റമർ വന്നുണ്ട്. ഈ ചേച്ചി എത്ര പറയണേ?
4,75,000. അണ്ണാ ഇത് കുഴപ്പമില്ലല്ലോ. നമുക്ക് 5 ചോദിച്ചു നോക്കാം. നമ്മൾ പിന്നെ 5 ലക്ഷം ഇട്ടെ. 5 ലക്ഷം തരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അണ്ണാ, ആ വണ്ടി വിറ്റുപോയി. ഇപ്പൊ നമ്മുടെ ബാലൻസ് നോക്കിയേ, 6 ലക്ഷം. നമ്മുടെ കയ്യിലിപ്പോ 6 ലക്ഷം ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ. എടാ ഷിൻചാനെ, 5 ലക്ഷം കുറഞ്ഞു പോയാ? കുറഞ്ഞിട്ടൊന്നുമില്ല. 5ന്റെ മേലെ ആരും മേടിക്കൊന്നുമില്ല. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ.